ഗുഡ് മോർണിംഗ്. ഇന്ന് ഡിസംബർ 15. നമ്മൾ മാർക്കറ്റിൽ ലഭ്യമായ ഓഹരി വാർത്തകൾ മാത്രമാണ് ഷെയർ ചെയ്യണേ. ഒരു തരത്തിലുള്ള ബയ്യോ സെല്ലോ റെക്കമെൻഡ് ചെയ്യണില്ല. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഗിഫ്റ്റ് നിഫ്റ്റി ചെറിയ നെഗറ്റീവിലാണ് ട്രേഡ് ചെയ്യുന്നത്. 26,140 റേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഏകദേശം 70 പോയിന്റ് താഴെയാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഡോ ജോൺസ് ഫ്യൂച്ചർ 100 പോയിന്റ് പോസിറ്റീവായിട്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ ട്രേഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ വെള്ളിയാഴ്ച കണ്ടിരുന്നു യൂറോപ്യൻ മാർക്കറ്റും US മാർക്കറ്റും എല്ലാം തന്നെ വലിയ നെഗറ്റീവിലാണ് ട്രേഡിംഗ്. വെള്ളിയാഴ്ച നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് അവസാനിച്ചതിന് ശേഷം ട്രേഡ് ചെയ്തത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഗോൾഡ് $4,326 എന്ന രീതിയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യണത്. ഗോൾഡ് പീസ് ഈ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിന് ശേഷം 2.9%, സിൽവർ 8% അപ്പായിരുന്നു. നിഫ്റ്റി ലാസ്റ്റ് വീക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 26,200 നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് നിഫ്റ്റി ഇപ്പോൾ ക്ലോസ് ചെയ്തത് 26,040 റേഞ്ചിലാണ്. അതിൻ്റെ ഇടയിൽ നിഫ്റ്റി 25,700 വലിയൊരു ഫാള് കണ്ട് ഹൈ വോൾട്ടൈൽ വന്ന് ആ കഴിഞ്ഞ വീക്ക് നിഫ്റ്റി നല്ല വോൾട്ടൈലായിരുന്നു. മാർക്കറ്റ് 26,300 ഹൈ പോകാനുള്ള പുതിയ നല്ല വാർത്തകൾ ഒന്നും തന്നെ ഇല്ല. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നാസ്ഡാക്ക് അവിടെ 406 പോയിന്റ് ഡൗൺ ആയിരുന്നു. ഡോ ജോൺസ് 250 പോയിന്റും ഡക്സ് 108 പോയിന്റ്, യൂറോപ്യൻ മാർക്കറ്റ് ഡക്സും ഡൗൺ ആണ്, 108 പോയിന്റ് ഡൗൺ ആയിരുന്നു. S&P 500 1% താഴെ പോയിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാരണം മദർ മാർക്കറ്റ് എപ്പോഴും നമ്മൾ വാച്ച് ചെയ്യണം. ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ഡാറ്റകൾ വരാനുള്ളത്. ഒന്നാമത്തെ ഡാറ്റ ഇന്ന് നമുക്ക് വോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ WPI ഇൻഫ്ലേഷൻ ഡാറ്റ ഇന്ത്യയിൽ നിന്നും വരുന്നുണ്ട്. കൂടാതെ നാളെ ചൊവ്വാഴ്ച ഇന്ത്യയുടെ സർവീസ് PMI ഡാറ്റ വരുന്നുണ്ട്. US അൺഎംപ്ലോയ്മെൻറ്റ് ഡാറ്റയും വരുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചൊവ്വാഴ്ച US അൺഎംപ്ലോയ്മെൻറ്റ് ഡാറ്റ വരുന്നുണ്ട്. ബുധനാഴ്ച US ക്രൂഡ് ഇൻവെൻട്രി വരും. അതും നന്നായിട്ട് മാർക്കറ്റിൽ ചേഞ്ചസ് ഉണ്ടാക്കാൻ തക്കവണ്ണം വ്യാപ്തിയുള്ള ഒരു ഡാറ്റയാണ് US ക്രൂഡ് ഇൻവെൻട്രി. ഇപ്പോൾ ക്രൂഡ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യ വേൾഡിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്ന ക്രൂഡ് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ക്രൂഡിൻ്റെ പ്രൈസിൽ വ്യത്യാസങ്ങൾ, അതായത് നമുക്ക് ഓൾറെഡി റുപ്പി എക്സ്പെൻസീവാണ്. അത് നമ്മൾ ക്രൂഡ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളെ നല്ല രീതിയിൽ ബാധിക്കും. കാരണം ഡോളർ റേറ്റ് ഹൈ ആണ്. ഇതിൽ ആകെ നമുക്ക് അധികം ബാധിക്കാത്ത ഏത് സെക്ടറാണ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നടന്നു. ഒന്ന് IT സെക്ടർ, ടെക്സ്റ്റൈൽ, ഫാർമ. പക്ഷേ ക്രൂഡ് ഇമ്പോർട്ട് എക്സ്പെൻസീവ് ആവുമ്പോൾ ബാക്കി എല്ലാ സെക്ടേഴ്സിനെയും അത് ബാധിക്കും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കൂടാതെ വ്യാഴാഴ്ച US ഇൻഫ്ലേഷൻ ഡാറ്റ ഉണ്ട്. 18-ാം തീയതി ശ്രദ്ധിക്കുക, US ഇൻഫ്ലേഷൻ ഡാറ്റ ഉണ്ട്. ഫ്രൈഡേ ഇന്ത്യയുടെ ഫോറിൻ റിസർവ് ഡാറ്റയും ഫ്രൈഡേ വരുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാം ഒരു ഇവൻ്റാണ് ഈ വീക്കിൽ. അപ്പോൾ ഈ വീക്കിൽ ഇവൻ്റുകൾ ശ്രദ്ധിക്കുക. വലിയ രീതിയിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും കാണുന്നില്ല എന്നാണ് മാർക്കറ്റിലെ അനലിസ്റ്റുകളുടെ അവരുടെ ഒരു വിലയിരുത്തൽ. ഇനി നമുക്ക് സാധാരണ ഡിസംബർ മാസം എല്ലായ്പ്പോഴും മാർക്കറ്റിൽ നല്ലൊരു റാലി കിട്ടാറുണ്ട്. സാന്താ റാലി വരാറുണ്ട്. സാന്താ റാലി നമുക്കറിയാം, അതിനു മുമ്പ് മാർക്കറ്റ് ഒരു ഡിപ്പ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ കൊല്ലം അങ്ങനെ ആയേക്കില്ല എന്നുള്ളൊരു ന്യൂസും കൂടി മാർക്കറ്റിൽ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. മാർക്കറ്റിൽ വലിയ രീതിയിൽ നെഗറ്റീവ് ആവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒന്നാമത് എന്താണ്? ഇന്ത്യൻ റുപ്പി 8% ക്രാഷ് ചെയ്തു 2025. അതായത് മെയ്യിൽ 84 ഉണ്ടായിരുന്നത് ഇപ്പോൾ 90.5 എന്ന നിലയ്ക്ക് ഇന്ത്യൻ റുപ്പി അത്രത്തോളം ഫാളായി. അപ്പോൾ അത് നെഗറ്റീവാണ്. കൂടാതെ FIS ഡിസംബറിൽ ഇതുവരെ 19,000 കോടി രൂപ സെല്ല് നടത്തി. ലാസ്റ്റ് വീക്കിൽ FIS ഫുള്ളി സെല്ലേഴ്സ് ആയിരുന്നു. DAS നെറ്റ് ബയേഴ്സ് ആയിരുന്നു 39,000 കോടി. പക്ഷേ FIS കണ്ടിന്യൂസ്ലി ലാസ്റ്റ് വീക്ക് സെല്ലേഴ്സ് ആയിരുന്നു. കൂടാതെ മെക്സിക്കോയും കാനഡയും ഇന്ത്യക്ക് താരിഫ് ഏർപ്പെടുത്തുന്നു എന്നുള്ളത് ഒരു നെഗറ്റീവ് ന്യൂസാണ്. ഇനി അവിടെ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഉള്ളത്, ട്രംപും മോഡിയും തമ്മിൽ ടെലിഫോൺ കോൺവെർസേഷൻ നടന്നിരുന്നു. കൂടാതെ മ്യൂച്വൽ ഫണ്ട് ഇൻഫ്ലോ ഇന്ത്യയുടെ വലിയ രീതിയിൽ പോസിറ്റീവായിരുന്നു നവംബർ മാസത്തിൽ. അപ്പോൾ അതും ഒരു പോസിറ്റീവായ ന്യൂസാണ്. ഇനി മാർക്കറ്റിലെ അനലിസ്റ്റുകളുടെ എക്സ്പെക്റ്റേഷൻ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ റുപ്പി 85 തിരിച്ചു വന്നാലാണ് ഇന്ത്യൻ
വിപണി നല്ല രീതിയിൽ മുന്നോട്ട് പോകുള്ളൂ, ഇന്ത്യൻ ഫിനാൻസ് സെക്ടർ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുള്ളൂ എന്നുള്ളതാണ്. ഇനി നമുക്ക് 2025 ചില സ്റ്റോക്കുകളുടെയും കമ്മോഡിറ്റികളുടെയും ഒക്കെ അസറ്റ് ക്ലാസ്സുകളുടെയും പെർഫോമൻസ് നോക്കാം. സിൽവർ 2025 ഫിനാൻഷ്യൽ ഇയറിൽ ഇതുവരെ ഡിസംബർ 11 വരെയുള്ള കണക്കാണ് പറയുന്നത്. സിൽവർ 102% സിൽവർ ഇട്ടെന്നു, ഗോൾഡ് 60% ഇട്ടെന്നു, നിഫ്റ്റി 10% മാത്രമാണ് നിഫ്റ്റി റിട്ടേൺ തന്നത്. BTC -2% റിട്ടേൺ ആണ് 2025 ഇതുവരെ നൽകിയിട്ടുള്ളത്. ഇതിൽ സ്മോൾ ക്യാപ്പാണ് -11% ഡൗൺ ആയിട്ടുള്ളത്, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഞാൻ കുറച്ച് സ്റ്റോക്കുകളുടെ, അതായത് 2025 സാമ്പത്തിക വർഷത്തിൽ കുറച്ച് സ്റ്റോക്കുകളുടെ ഇതുവരെയുള്ള പെർഫോമൻസ് നോക്കാം. നിങ്ങൾക്ക് ജസ്റ്റ് ഓർത്തു വെച്ചാൽ നല്ലതായിരിക്കും. നിഫ്റ്റിയിലെ ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ 2025 വരെ നിഫ്റ്റിയിലെ ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ ബജാജ് ഫിനാൻസ് 51% അപ്പ് കിട്ടി, മാരുതി 49% അപ്പ് കിട്ടി, ഐഷർ മോട്ടോർ 48% അപ്പ് കിട്ടി, SBI ലൈഫ് 45% അപ്പ് കിട്ടി, ശ്രീറാം ഫിനാൻസ് 44% അപ്പ് കിട്ടി. ഇനി നിഫ്റ്റിയിലെ ചില സ്റ്റോക്കുകൾ, താഴെ പോയ സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ഞാൻ പതുക്കെയാണ് പറയണത്. ഒന്ന് ട്രെൻഡ് 43% ട്രെൻഡ് ഡൗൺ ആയിരുന്നു. ടാറ്റ മോട്ടോർ പ്രൈവറ്റ് വെഹിക്കിൾ 22% ഡൗൺ ആയിരുന്നു. TCS 21% ഡൗൺ ആയിരുന്നു. ഇൻഫി 14% ഇൻഫി ഡൗൺ ആയിരുന്നു. പവർ ഗ്രിഡ് 14% ഡൗൺ ആയിരുന്നു. ഇനി കുറച്ച് മിഡ് ക്യാപ്പിൽ നന്നായിട്ട് ഡൗൺ ആയ സ്റ്റോക്കുകൾ പറയാം. IRDA 30% ഡൗൺ, കല്യാൺ ജ്വല്ലേഴ്സ് 36% ഡൗൺ, പ്രീമിയർ എനർജി 38%, ഒബ്രായ് റിയാലിറ്റി 39% ഡൗൺ, ഒറാക്കിൾ ഫിനാൻസ് 37% ഡൗൺ. ഇനി നമുക്ക് മിഡ് ക്യാപ്പിലെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത സ്റ്റോക്കുകൾ നോക്കാം. L&T ഫിനാൻസ് 121% അപ്പായി, AB ക്യാപിറ്റൽ 101% അപ്പായി, മുത്തൂറ്റ് ഫിനാൻസ് 71% അപ്പായി, AU സ്മോൾ ഫിനാൻസ് ബാങ്ക് 70% അപ്പായി. പിന്നെ നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ട സ്റ്റോക്കായ BSE 58%. ഈ ഫിനാൻഷ്യൽ ഇയറിൽ 2025 ഫിനാൻഷ്യൽ ഇയറിൽ ഡിസംബർ 11 വരെയുള്ളിൽ BSE 58% അപ്പായിരുന്നു. നമുക്ക് ലാസ്റ്റ് മാർക്കറ്റിൽ അപ്പ് കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു? നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റിൽ നമ്മുടെ ഫെഡ് റിസർവ് അവരുടെ ഇൻട്രസ്റ്റ് കട്ട് 25 ബേസ് പോയിന്റ് കട്ട് ചെയ്തു എന്നുള്ളതായിരുന്നു. പക്ഷേ അത് മാർക്കറ്റിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല. കാരണം മാർക്കറ്റിൽ ഓൾറെഡി അത് അണ്ടർസ്റ്റുഡ് ആയിരുന്നു, മാർക്കറ്റ് എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തിരുന്നു അത്. അപ്പോൾ അത് വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നിട്ടില്ല. ഇനി നമുക്ക് അടുത്ത മന്തിൽ സെലൻസ്കി ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് ജനുവരിയിൽ. അപ്പം അതും ശ്രദ്ധിക്കേണ്ട ഒരു ഇവൻ്റാണ്. സെലൻസ്കി ഇന്ത്യയിൽ വന്ന് പല കരാറുകളും മേ ബി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സ്വാഭാവികമായിട്ടും ട്രംപ് അത് എഗെയിൻസ്റ്റ് ആവാനുള്ള ചാൻസ് മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ട്രംപ് ഇന്ത്യക്ക് ഈ കഴിഞ്ഞ ആഴ്ച അരിക്ക് തിരുവ കൂടുതൽ ചുമത്തിയിരുന്നു. അത് ഒരു എന്താ പറയുക, വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ആവില്ല ഇന്ത്യ പറഞ്ഞാലും നമുക്ക് കുറച്ച് നെഗറ്റീവ് തന്നെയാണ് ആ ന്യൂസ്. കൂടാതെ വ്യാപാര കരാറ് നീളും. മാർച്ച് 25, 2026 മാർച്ചിലാണ് വ്യാപാര കരാർ ഉണ്ടാവുള്ളൂ എന്നുള്ളത് ഒരു നെഗറ്റീവായ ന്യൂസാണ്. കൂടാതെ അവിടെ ഇപ്പോൾ ട്രംപിന് എതിരെ അവിടുത്തെ ജനപ്രതിനിധികൾ പല സ്ട്രൈക്കും പല മുദ്രാവാക്യമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഇന്ത്യക്കും ബ്രസീലിനുമൊക്കെ ചുമത്തിയ അധിക താരിഫ്, അതിനെക്കുറിച്ചിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള അവിടെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. അപ്പോൾ മേ ബി ഇന്ത്യക്ക് ഈ നമ്മുടെ താരിഫ് ഡീൽ നടക്കുന്നതിന് മുമ്പ് ഇന്ത്യക്ക് 25% അധിക തിരുവ ചുമത്തിയത് എടുത്ത് കളയാനുള്ള ഒരു ചാൻസ് അനലിസ്റ്റുകൾ കാണുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് അത് നന്നാവും എന്നും ആളുകൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇനി മെക്സിക്കോയുടെ ഭാഗത്തു നിന്നും താരിഫുകൾ ഇന്ത്യക്ക് വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഇന്ത്യ വിപണി ഈ നമ്മുടെ ഓട്ടോ സെക്ടറിലെ മാരുതി, സ്കോഡ, വോൾസ് വാഗനൊക്കെ അവരുടെ വാഹനങ്ങളും സ്പെയർ പാർട്സും കണ്ടമാനം മെക്സിക്കോയ്ക്ക് നമ്മളിവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടാതെ ഇരുചക്ര വാഹനങ്ങൾ, പിന്നെ മൂച്ചക്ര വാഹനങ്ങളെല്ലാം കണ്ടമാനം നമ്മളിവിടുന്ന് മെക്സിക്കോയ്ക്ക് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു തിരുവ ചുമത്താൻ ഉള്ള ചാൻസ് മെക്സിക്കോയുടെ ഭാഗത്തുനിന്നുണ്ട്. ഏകദേശം 100,000 കാറുകൾ നമ്മൾ ഈ പറഞ്ഞ വിഭാഗത്തിലുള്ള കമ്പനീസ് മെക്സിക്കോയ്ക്ക് കയറ്റി അയക്കുന്നുണ്ട്. കൂടാതെ തന്നെ മെഡിസിൻ സെക്ടറിലും ഇന്ത്യ ഇവിടെ നിന്നും കണ്ടമാനം എക്സ്പോർട്ട് മെക്സിക്കോയ്ക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു താരിഫ് വരാനുള്ള സാധ്യത നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്.
പിന്നെ ഇവിടെ നമ്മൾക്ക് ഓൾറെഡി US പ്രതിനിധി ഇന്ത്യയിൽ ഓൾറെഡി ഉണ്ട്. അവർ ട്രേഡ് ഡീല് കാര്യങ്ങളായിട്ട് ചർച്ച നടക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ സംസാരിച്ചതിൽ രണ്ടു കൂട്ടർക്കും ബെസ്റ്റ് അവർ ഡീലാണ് ഇന്ത്യ US ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളൊരു ന്യൂസ് നമുക്ക് മാർക്കറ്റിൽ നിന്നും ലഭ്യമാണ്. ഇനി കൂടാതെ ഇൻഷുറൻസ് സെക്ടറിൽ ഇന്ത്യ 2047 ആകുമ്പോഴേക്കും ഇൻഷുറൻസ് ഫോർ ഓൾ എന്ന് പറയുന്ന ഒരു വലിയൊരു കടമ്പ പൂർത്തിയാക്കുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു. പക്ഷേ അതിന് കുറേ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുണ്ട്. ഈവൻ യുലിപ്പുമായി ബന്ധപ്പെട്ട ലോക്കിംഗ് പീരീഡൊക്കെ കണ്ടമാനം ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇൻഷുറൻസിൽ വിദേശ നിക്ഷേപ പങ്കാളിത്തം 70-ൽ നിന്നും 100% ആക്കാൻ ഉള്ള ഒരു ചർച്ച വൈകാതെ അത് കൺഫേം ചെയ്യും. അപ്പോൾ അത് പുതിയ കമ്പനികൾ, പുതിയ രാജ്യങ്ങളിലെ പല കമ്പനികൾ ഇന്ത്യയിലേക്ക് വരും. ഇന്ത്യയുടെ ഇൻഷുറൻസ് സെക്ടർ എന്തായാലും കുതിക്കാനുള്ള ഒരു സാധ്യത നിലവിൽ നമുക്ക് മുന്നിൽ എക്സ്പെക്റ്റ് ചെയ്യാം. നിങ്ങൾക്കതെല്ലാം ശ്രദ്ധിക്കാം. കൂടാതെ ഇന്ത്യൻ സദേൺ റെയിൽവേയുടെ ഭാഗത്തു നിന്നും ക്രിസ്മസ് ന്യൂ ഇയർ അതിൻ്റെ ഭാഗമായിട്ട് പുതിയ ട്രെയിൻ സർവീസ് പുതിയ ഗുജറാത്തിലെ വഡോദരയിൽ നിന്നും കോട്ടയത്തിലേക്ക് പുതിയ സർവീസ് തുടങ്ങുന്നുണ്ട്. അതും ഒരു പോസിറ്റീവ് ന്യൂസാണ്. ഇനി നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ആവുമ്പോൾ നമുക്ക് കുറച്ച് നെഗറ്റീവായിട്ടുള്ള ന്യൂസ് ഉണ്ടാവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നമുക്ക് നോക്കാം. മാർക്കറ്റ് ഓപ്പൺ ആവുമ്പോൾ തന്നെ നമുക്ക് ടെക് മേഖലയിൽ നിന്നും നമുക്ക് US മാർക്കറ്റിൽ ലാസ്റ്റ് ഡേ ക്ലോസ് ചെയ്തപ്പോൾ അവിടെ ബ്രോഡ്കോം ഇങ്ക് എന്ന് പറഞ്ഞ സ്റ്റോക്ക് 11% ലാസ്റ്റ് ഡേ ക്രാഷ് ആയിരുന്നു. AI റിലേറ്റ് ചെയ്ത സ്റ്റോക്കാണ്. അവരുടെ റിസൾട്ട് ഗുഡ് ആയിരുന്നിട്ട് കൂടിയും കൂടാതെ അത് S&P 500 2.57% വെയിറ്റേജ് ഉള്ളൊരു സ്റ്റോക്കാണ്. അവരുടെ ഫിനാൻഷ്യൽ ഇയർ ഫോർകാസ്റ്റും എക്സ്പെക്റ്റേഷനെ ബീറ്റ് ചെയ്തിരുന്നു. പക്ഷേ ജനങ്ങൾക്ക് ഇവരുടെ പ്രോഫിറ്റ് മാർജിനും AI സ്റ്റോക്കുകളുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിലും എല്ലാം തന്നെ ഒരു അസന്തുലിതത, അവർക്കൊരു പ്രോഫിറ്റ് മാർജിൻ എത്രത്തോളം ഉണ്ടായിരിക്കും എന്നുള്ള ഒരു വ്യൂ നെഗറ്റീവായി വന്നതാണ് ബ്രോഡ്കോം ഇങ്ക് എന്ന് പറഞ്ഞ സ്റ്റോക്ക് 11% ക്രാഷായി. അപ്പോൾ അത് ടെക് സ്റ്റോക്കുകൾക്ക് അത്രത്തോളം നന്നായിരിക്കാനുള്ള ചാൻസ് ഇല്ല. കൂടാതെ 9 ദിവസം ഒറാക്കിൾ കോർപ്പറേഷൻ എന്ന സ്റ്റോക്ക് 15% ഡൗൺ ആയിരുന്നു. AI റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്സ് അവിടെ ഡൗൺ ആയിരുന്നു. മെയിനായിട്ട് തന്നെയാണ് ഇൻവെസ്റ്റേഴ്സ്, അവിടുത്തെ ആളുകൾക്ക് ഇതിലുണ്ടായ കുറച്ച് AI റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നെഗറ്റീവ് ആവാനുള്ള കാരണം. ഇന്ത്യയിലെ IT സെക്ടേഴ്സ് AI റിലേറ്റഡ് വലിയൊരു റാലി നടന്നിട്ടില്ല എന്നുള്ളത് നമുക്കൊരു ആശ്വസിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പം അത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. കൂടാതെ ഇന്ത്യയും യൂറോപ്പും തമ്മിൽ സ്വതന്ത്ര കരാറിൽ ഒപ്പിടാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് ഓക്കെ ആവും എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതൊരു പോസിറ്റീവ് ന്യൂസാണ്. കൂടാതെ ഇന്ത്യയും ഒമാനും ഇതേമാതിരി തന്നെ സ്വതന്ത്ര കരാറിൽ ഒപ്പുവെക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. അതും ഒരു പോസിറ്റീവ് ന്യൂസാണ്. പക്ഷെ എന്നുള്ളത് കൺഫേം ആയിട്ടില്ല. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ ന്യൂസിലേക്ക് പോകാം. ഒന്നാമത്തെ സ്റ്റോക്ക് ഒരെണ്ണം IPO ആണ് പറയുന്നത്. KSH ഇന്റർനാഷണൽ IPO. ഇവർ മാഗ്നറ്റ് വൈൻഡിങ് വയേഴ്സിൻ്റെ ഇന്ത്യയിലെ 3rd ലാർജസ്റ്റ് വയറിംഗ് കമ്പനിയാണ്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. അവരുടെ IPO റേറ്റ് വരുന്നത് 365-നും 384-നും ഇടയിലാണ്. IPO നെയിം KSH ഇന്റർനാഷണൽ, ശ്രദ്ധിക്കുക. കൂടാതെ വിപ്രോ അവർ ഗൂഗിൾ ക്ലൗഡായിട്ടൊരു പുതിയ കോൺട്രാക്റ്റ് അവർ സൈൻ ചെയ്തിട്ടുണ്ട്. AI ടൂള് അവർ യൂസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടും ജെമിനി യൂസ് ചെയ്യും എന്നുള്ള ഒരു പോസ്റ്റ് ന്യൂസ്, അവരുടെ സ്വന്തം സോഫ്റ്റ്വെയർസ് എല്ലാം ജെമിനി യൂസ് ചെയ്യും എന്നുള്ളൊരു ന്യൂസ് ഉണ്ട്. KEC ഇന്റർനാഷണൽ 1150 കോടി രൂപയുടെ പുതിയ ഓർഡർ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനിയൊരു നെഗറ്റീവ് ന്യൂസ് ഉള്ളത് SBI. നമ്മുടെ SBI ബാങ്കുമായി വന്നിട്ടാണ് അവരുടെ FDസിനെല്ലാം അവർ ഇൻട്രസ്റ്റ് കുറച്ചു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു ന്യൂസാണ്. നെഗറ്റീവായ ന്യൂസാണ്. 2 മുതൽ 3 കൊല്ലം വരെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് 5 ബേസ് പോയിന്റ് അവർ കുറച്ചു. മുതിർന്ന ആളുകൾക്കുള്ള FDയിലും അവരുടെ ഇൻട്രസ്റ്റ് കുറച്ചിട്ടുണ്ട്. സാധാരണ 6.9 ഉള്ളത് 6.4 കുറച്ചിട്ടുണ്ട്. അത് മേ ബി SBIക്ക് നെഗറ്റീവായിട്ട് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്ന് കരുതുന്നു. Paytm അവർ 2250 കോടി രൂപ പേയ്മെൻറ്റ് സർവീസിൽ ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ളൊരു ന്യൂസ് ഉണ്ട്. അപ്പോൾ അത് Paytmന് പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. ഓല അവർ
ഡെലിവറി വന്നിട്ട് 4250 ഭാരത് സെൽ വെഹിക്കിൾസ് പ്രൊഡക്ഷൻ ആരംഭിച്ചു എന്നുള്ളത്. ഓല ഓൾറെഡി ഡൗണിൽ ഡിപ്പിൽ നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. കൂടാതെ ഇൻഡിഗോ അവരുടെ ഫ്ലൈറ്റ് സേഫ്റ്റിയും അതുമാതിരി തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള കുറേ ഇഷ്യൂസ് എല്ലാം കൊണ്ട് തന്നെ ഇൻഡിഗോ ഏകദേശം 17% ഒരു മാസത്തിൽ ഇൻഡിഗോ ഡൗൺ ആയിരുന്നു. അവർ 1000 രൂപയും അതുപോലെ തക്കതായ കൂപ്പൺസൊക്കെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട്. ഏകദേശം 500 കോടി രൂപ ഇൻഡിഗോ ഈ ആളുകൾക്ക് നഷ്ടപരിഹാരം എന്നുള്ള രീതിയിൽ കണക്കാക്കിയിട്ട് അവർ 500 കോടി രൂപ ചിലവാക്കും എന്നാണ് പറയുന്നത് ആളുകളുടെ അവർക്കുണ്ടായ നഷ്ടം നികത്താനായിട്ട്. 6000 നിന്നിരുന്ന സ്റ്റോക്കാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 4800 റേഞ്ചിലാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. കൂടാതെ PVR അവർ ഹൈദരാബാദിലെ പുതിയ 11 സ്ക്രീൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഐമാക്സും അങ്ങനെയൊക്കെ ആയിട്ട് 11 പുതിയ സ്ക്രീൻ PVR ഹൈദരാബാദിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ നമ്മുടെ അവതാറും അങ്ങനെ കുറേ പല സിനിമകളും വരുന്നത് അവർക്ക് അവരുടെ ഓവറോൾ സെയിൽസ് കൂട്ടാൻ സഹായിക്കും എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു. ബെൽ കമ്പനി 700 കോടി രൂപ പുതിയ ഓർഡർ 700 കോടിയുടെ പുതിയ ഓർഡർ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് കളക്ട് ചെയ്ത ന്യൂസുകൾ. അപ്പോൾ മുഴുവനായിട്ടും കേട്ട ആളുകൾക്ക് ഉപകാരമായി എന്ന് കരുതുന്നു. നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മേ ബി ഓരോ സ്റ്റോക്കുകളിലെ മൂവ്മെൻറ്റ് കാണുമ്പോൾ നിങ്ങൾക്കത് ഓർത്തെടുക്കാൻ കഴിയുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞ തെറ്റുകൾക്ക് ഉണ്ടെങ്കിൽ തിരുത്തുക. നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമായ ന്യൂസുകൾ മാത്രമാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. ഒരിക്കലും ഒരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല.